പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നമായി തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നം മാറിയിരിക്കുന്നു. 4 ദിവസമായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ നഗരവാസികൾ വലയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 40ഓളം വാർഡുകളെയാണ് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത് 4 മണിയാകുമ്പോഴേക്കും പമ്പിംഗ് തുടങ്ങും, ഉടൻ തന്നെ വെള്ളം കിട്ടിത്തുടങ്ങുമെന്നാണ്. നേരത്തെ 2 ദിവസം ജലം മുടങ്ങും എന്ന് മാത്രമായിരുന്നു ഈ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന നേരത്തെ ഒരു മുൻകൂർ മുന്നറിയിപ്പ്. പക്ഷേ അത് കടന്നു. വീണ്ടും 3ഉം 4ഉം ദിവസമായിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാതെയാണ് ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ തള്ളിവിട്ടിരിക്കുന്നത്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലം ഒരു തുള്ളി പോലും ഇല്ല. വേണ്ട രീതിയിൽ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധിയാണ് എന്നൊക്കെയുള്ള വിശദീകരണം ജലവിഭവ വകുപ്പ് നൽകുമ്പോഴും പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്കിടയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതാണ്ട് 40ഓളം വാർഡുകളിലുള്ള ജനങ്ങൾക്കാണ് ഈ വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. കനത്ത പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയാണ്. ജനരോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ശുദ്ധമായ വെള്ളം കിട്ടാത്ത പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അപൂർവം ചില വീടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ, അതായത് കുഴൽക്കിണർ സംവിധാനമൊക്കെയുള്ള വീടുകളിൽ മാത്രമാണ് ജലമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നു. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടി വെള്ളം എത്തേണ്ടതായിരുന്നു. ഉറപ്പുകൾ സത്യത്തിൽ വെള്ളത്തിൽ എഴുതിയ വര പോലെയായി മാഞ്ഞിരിക്കുന്നു. 4 മണി കഴിഞ്ഞിട്ടും വെള്ളം കിട്ടാതെ തലസ്ഥാനത്തെ ഏതാണ്ട് 44 വാർഡുകളിൽ വരുന്ന ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണല്ലോ. അലക്സ്, ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? ഗോപി, വട്ടിയൂർക്കാവിന് സമീപം കാഞ്ഞിരംപാറയിലാണിത്. കാഞ്ഞിരംപാറയിലെ കാഴ്ചയാണിത്. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ ഈ അധികൃതരുടെ ഉറപ്പുകൾ, മന്ത്രിയുടെ ഉറപ്പ്, മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉറപ്പ് ജലരേഖയായി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരൊക്കെ സ്വന്തം നിലയ്ക്ക് അവർ വെള്ളം ശേഖരിച്ച് ഈ കാണുന്നത് സ്വകാര്യ വാഹനമാണ്. ആ വാഹനത്തിൽ ടാങ്കുകൾ അവർ തന്നെ ഫിറ്റ് ചെയ്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാഞ്ഞിരംപാറ വാർഡിൻ്റെ കൗൺസിലർ സുമിയാണുള്ളത്. സുമി, വെള്ളം എത്തിക്കും, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന റോഡ് സൈഡിലേക്ക് അവർക്ക് കൊടുക്കാനായി. ഇത്തരം പോക്കറ്റ് റോഡുകളിലേക്കൊന്നും ആളുകളുടെ വീടുകളിലേക്കൊന്നും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളിതാ സ്വമേധയാ ഇത്തരം പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. എന്താണ് അവസ്ഥ, എന്താണ് സാഹചര്യം വാർഡിലെ? ഇപ്പോൾ ഏകദേശം 4 ദിവസമായി ഇവിടുത്തെ ഈ അവസ്ഥയാണ്. ആദ്യം പറഞ്ഞു ടാങ്കുകളിൽ വെള്ളം എത്തിക്കുമെന്ന്, പിന്നെ പറഞ്ഞു വലിയ വണ്ടിയാണ്, 10,000 ലിറ്ററിൻ്റെ വണ്ടിയാണ്, ഇട റോഡുകളിലൊന്നും എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തോളം വെള്ളം എത്തിച്ചിട്ടില്ല. ഇന്നാണ് വെള്ളം എത്തിക്കുന്നത്, അതും മെയിൻ റോഡിൽ മാത്രം. അപ്പോൾ ഈ ഇട റോഡിൽ ഞങ്ങളുടെ വാർഡെന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ മെയിൻ റോഡ് വരുന്നുള്ളൂ, ബാക്കി എല്ലാവരും താമസിക്കുന്നത് ഇട റോഡിലാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 4 ദിവസമായി എനിക്ക് 4 മണി മുതലാണ് രാവിലെ ആൾക്കാർ വിളിക്കുന്നത്. അവർക്ക് വിളിക്കാൻ ഞങ്ങളെടുത്തേ പറ്റൂ. വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൗൺസിലറെ വിളിച്ചാൽ മതി. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതുപോലെ ഇന്നലെ രാവിലെ 9-10 മണി മുതൽ 2 മണി വരെ വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ പോയിരുന്നു. കാരണം ഒരു ടാങ്കറെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ പറയുന്നത് 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ PTP സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 14 വാർഡാണ്. അപ്പോൾ മറ്റ് സെക്ഷനിൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ആ 2 സെക്ഷനും കൂടി ഒരു വണ്ടിയേ ഉള്ളൂ എന്ന്. ഈ ഒരു വണ്ടി വെച്ചിട്ട് ഈ 10-24 വാർഡിൽ എങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത്? ഈ വെള്ളം കാണില്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നു, പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷനും കൂടി അവർ കാണണ്ടേ. കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ എങ്ങനെയാണ് വെള്ളം പോകുമെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ചിലപ്പോൾ ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യാനുകളിലോ ചിലപ്പോൾ 1-2 ദിവസം അവർക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. ബാക്കി ദിവസങ്ങളിൽ ഇപ്പം കുടിക്കാതിരിക്കാം, ചിലപ്പോൾ കുളിക്കാതിരിക്കാം, ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, വാട്ടർ അതോറിറ്റി എന്നായിരുന്നാലും വേറെ എല്ലായിടത്തുനിന്നും പറയുന്നത് കൗൺസിലർ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന്. കൗൺസിലർ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഹെൽത്തിൽ വിളിച്ചാൽ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചാൽ ഒരു റെസ്പോൺസും ഇല്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വാർഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭക്ഷണം ഉണ്ടാക്കാത്ത വീടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദിവസങ്ങൾ ഫുഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത മിക്കവാറും ഹോട്ടലുകൾ അവധിയാണ്. കാരണം അവർക്ക് വെള്ളമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ. വീടുകളിൽ സത്യം പറഞ്ഞാൽ കഞ്ഞിക്കാകുമ്പോൾ കുറച്ച് വെള്ളം മതിയല്ലോ, കറിക്ക് വേറെ ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിച്ച അവസ്ഥയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇന്നലെ കഞ്ഞിയായിരുന്നു. വേറെ ഹോട്ടലുകൾ മൊത്തം അടച്ചിട്ടിരിക്കുക, ആഹാരമില്ല, വാങ്ങിക്കാൻ പോലും പറ്റില്ല. അവർക്കും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഹോട്ടലുകൾ ഈ ജംഗ്ഷനിൽ നോക്കിയാൽ അറിയാം, എല്ലാം അടച്ചിട്ടിരിക്കുക.
ഇവിടുത്തെ ഹോട്ടലുകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഹോട്ടലുകളിലും അതായിരിക്കും അവസ്ഥ. ഇവര് പറയുന്ന ഉറപ്പ് ഈ സമയത്ത് വെള്ളം എത്തിക്കുന്ന ഉറപ്പിന് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞ കാര്യമാണല്ലോ. വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ വെള്ളമില്ലാതായി വെള്ളമില്ലാതായി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഉറപ്പ് തന്നത്. ആ ഉറപ്പും കള്ളത്തരമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ചിലപ്പോൾ ഈ കുറച്ച് ഭാഗത്തേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. രാവിലെ ഒരു 10 മണി തൊട്ട് തുടങ്ങിയതാണ്. വാർഡിൽ കുറച്ച് ഏരിയയിലേ എത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മറ്റു ഏരിയയിൽ ഇനിയിപ്പോൾ അതൊരു വിഷയവും. ഇവർ ചെറിയ സ്ഥലത്ത് മാത്രം വെള്ളം കൊടുത്തുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ പ്രവർത്തകരെല്ലാം കൂടി രാവിലെ 10 മണി മുതൽ ഈ ജോലിയിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്നും നമുക്ക് കിണറുള്ള വീടുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാർഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അതാണ് ഗോപി അവർ പറയുന്നത് കേട്ടില്ലേ. അതായത് ഒരു വാർഡിലെ കാര്യമാണ് സുബി പറഞ്ഞത്. ആ വാർഡിൽ തന്നെ പലയിടത്തും ഈ ചെറിയ വാഹനങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ 44 വാർഡുകൾ ഈ നഗരസഭയ്ക്ക് എമ്പാടുമുണ്ട്. അവിടങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ഉള്ള ഇടങ്ങളിൽ വലിയ ടാങ്കറുകൾ വരുന്ന ഇടങ്ങളിൽ മാത്രമാണ് വെള്ളം എത്തിക്കാൻ സാധിച്ചത്. അതും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അവിടെയൊക്കെ വെള്ളം എത്തിച്ചത്. ഞാൻ രാവിലെ കാഞ്ഞിരപ്പാറ കോളനിയിൽ പോയിരുന്നു. ആ കോളനിയിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. കാരണം ചെറിയ റോഡാണ്, പോക്കറ്റ് റോഡാണ്. അതിന് മുകളിലേക്കൊക്കെ പോകാൻ പ്രധാനമായും നടന്നെത്തി വെള്ളം ചുമന്നുകൊണ്ട് പോകാനാകുന്ന ആളുകൾ മാത്രം പാത്രങ്ങളുമായി എത്തി വെള്ളം ശേഖരിച്ചു പോയി. അതല്ലാതെ വൃദ്ധർ വയോധികരൊക്കെ വീട്ടിനുള്ളിലുണ്ട്. അവർ ഒന്നും വെള്ളം ശേഖരിക്കാൻ പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. കിടപ്പ് രോഗികളുണ്ട്, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് നഗരവാസികളെ എമ്പാടുമായി ഈ ദുരിതം ബാധിച്ചു. നേരത്തെ നഗരസഭയും അല്ലെങ്കിൽ ജലവിഭവ വകുപ്പൊക്കെ കൊടുത്തിരുന്ന ഒരു മുന്നറിയിപ്പ് 2 ദിവസം വെള്ളം മുടങ്ങും എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം എന്ന ആപ്പ് വഴി ടാങ്കറുകളിൽ നിന്ന് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി അതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംവിധാനം ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ച്, കൗൺസിലർ പറഞ്ഞതനുസരിച്ച് പ്രധാന റോഡുകളിൽ മാത്രമാണ് ഈ വലിയ വാഹനത്തിൽ, അതായത് 10,000 ലിറ്റർ കൊള്ളുന്ന വെള്ളം കൊണ്ടുള്ള വണ്ടി കൊണ്ടുവന്ന് ആ പ്രധാന നിരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രം വെള്ളം എത്തിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന ഇടങ്ങളിലൊന്നും വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ വെള്ളം ബുക്ക് ചെയ്യാനൊരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്കെങ്കിലും വെള്ളം കിട്ടുന്നുണ്ടോ? ഗോപി, സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പൊക്കെ കോമഡിയാണ്. അത് കൗൺസിലറോട് തന്നെ ചോദിക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ അതിനു മുമ്പ് രാവിലെ ഒരു അറിയിപ്പ് വന്നിരുന്നു. അത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്ന അറിയിപ്പാണ്. അവർ പറഞ്ഞത് ഈ വെള്ളമെത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ AEമാരെ ബന്ധപ്പെടുക, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ബന്ധപ്പെടുക, അവിടെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കും എന്നൊരു അറിയിപ്പ് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം കൗൺസിലർമാർ വിളിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഫോൺ എടുത്താൽ മാത്രമല്ല അവർക്ക് ഇത് എവിടെയാണ് ഈ സംഭവം ഉള്ളതെന്ന്, എവിടെയാണ് വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കും. ഉദ്യോഗസ്ഥർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം ഉണ്ടായി എന്നുള്ളത് പറയുന്നുണ്ട്. കൗൺസിലർ തന്നെ ചേരുന്നുണ്ട്. കൗൺസിലറെ, ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി വെള്ളം ബുക്ക് ചെയ്യാം എന്നൊരു അറിയിപ്പ് വന്നിരുന്നു. അത് നടപ്പിലായോ? ഇവിടെ ഒരു കുറച്ച് റെസിഡൻസുകാരും അല്ലാതെ പേഴ്സണലായിട്ട് ആൾക്കാരും സ്മാർട്ട് ട്രിവാൻഡ്രത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതുവരെയും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് കിട്ടുന്നത്. നമുക്കതിൽ പറയാനേ പറ്റുള്ളൂ. അതും മിക്കവർക്കും ഈ ബുക്ക് ചെയ്ത 99% പേർക്കും കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല, എൻ്റെ അറിവിലില്ല. 10-14 ടാങ്കറുകൾ അതിന് പുറമെ അല്ലാതെ ഓടുന്നുണ്ടെന്ന് പറഞ്ഞത് എങ്ങനെ എത്തണം? ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തത് പേയ്മെൻറ്റ് കൊടുത്ത് പോകുന്നതാണ്. ഒരു 10,000 ലിറ്ററിൻ്റെത് അല്ലെങ്കിൽ 5,000 ലിറ്ററിൻ്റെയൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് പോകുന്ന ടാങ്കറുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് പേയ്മെൻറ്റ് ചെയ്ത് പോകുന്നതാണ്. പേയ്മെന്റ് ചെയ്ത് പോകുന്നിടത്ത് കൃത്യമായും എത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെനിക്ക് തോന്നുന്നു അലക്സ്, ഏതാണ്ട് 2,000 രൂപ ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ 2,000 രൂപ വരെ അടയ്ക്കണം എന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇന്നലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നതാണ്. അതിൽ ജലവിഭവ വകുപ്പ് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തില്ല എന്ന വിമർശനം ഉയർന്നതാണ്. ഇന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന ഉറപ്പ് ഇന്നിപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് നൽകിയതാണ്. പക്ഷേ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അറ്റകുറ്റപ്പണികളുടെ പേരിൽ 2 ദിവസം വെള്ളം മുടങ്ങുമെന്ന് മാത്രമായിരുന്നു അറിയിച്ചത്. പക്ഷേ വീണ്ടും വാൾവ് ലീക്കാണെന്ന് കണ്ട് അത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും അത് 3-4 ദിവസത്തേക്ക് നീണ്ടു. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ സെക്രട്ടേറിയറ്റിൽ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ഓഫീസുകൾ അവധിയായതുകൊണ്ട് പ്രതിസന്ധി ഒരു അല്പം കുറഞ്ഞു എന്ന് പറയാം. നാളെ വീണ്ടും ഓഫീസുകൾ തുറക്കാൻ പോകുന്നു, വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നു. നേരത്തെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ കുളിക്കാതിരിക്കാം, പക്ഷേ വാഷ്റൂമിൽ പോകാനും ഒക്കെ വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? സ്വാഭാവികമായിട്ടും കൗൺസിലർമാർക്ക് മേലായിരിക്കും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുക. കാരണം നാട്ടുകാർ നേരിട്ട് ബന്ധപ്പെടുന്നത് അവരുമായിട്ടാണല്ലോ. അലക്സ്,
ഗോപി, തീർച്ചയായും കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, MLA-മാരൊക്കെ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ കൃത്യവിലോപം ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ട്. ഗോപി, ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തതിൽ 99% പേർ അല്ലെങ്കിൽ ശതമാനത്തിനും വെള്ളം ലഭിച്ചിട്ടില്ല എന്ന് കൗൺസിലർ തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിൽ തന്നെ നോക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പണം നൽകി അങ്ങനെ നേരത്തെ മുൻകൂറായി പണം നൽകിയവരിൽ ചിലർക്ക് വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ എന്താണെങ്കിലും ഒരു മുൻഗണന കാണിക്കുന്നുണ്ട്. പക്ഷേ പാവങ്ങളുടെ കാര്യമാണ് കഷ്ടം. പൊതുവിൽ നഗരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട, അതായത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ ദുരിതം പേറുകയാണ്. ഈ ദുരിതം ഈ മണിക്കൂറുകൾ 4-ാം ദിവസമാകുമ്പോഴും അതിന് ഒരു അറുതിയുമില്ലാതെ തുടരുന്നുണ്ട്. അല്പം മുമ്പ് പോലും 4 മണിക്ക് തൊട്ട് മുമ്പ് വന്ന അറിയിപ്പിൽ, അത് വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പാണ്. വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അവർ പറയുന്നത് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി എന്നാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത്. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ 4 ദിവസമായി തുടരുന്നുണ്ട്. പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും, അതിനുശേഷം ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഈ ഉറപ്പിന്മേൽ എത്ര കാലം പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ജനപ്രതിനിധികൾ ചോദിക്കുന്നത്. കാരണം രാവിലെ 4 മണി മുതലും 3 മണി മുതലുമാണ് ആളുകൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ വിളിക്കുന്നത്, അവരുടെ ആവശ്യം ഉന്നയിച്ച് ജനപ്രതിനിധികളെ വിളിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഞ്ഞി വയ്ക്കാതിരിക്കാം, അതല്ല എങ്കിൽ കുളിക്കാതിരിക്കാം, നനയ്ക്കാതിരിക്കാം, പക്ഷേ ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഇനിയും സാധിച്ചില്ല. ശരി അലക്സ്, ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. 4 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കും, വെള്ളം പൈപ്പുകളിൽ എത്തി തുടങ്ങും എന്നായിരുന്നു അറിയിച്ചത്. മണി 4 കഴിഞ്ഞു, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ജനങ്ങൾ വലയുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 45ഓളം വരുന്ന വാർഡുകളിൽ, തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ 45 വാർഡുകളിൽ വരുന്ന ജനങ്ങളാണ് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കും എന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പ്രധാന പാതകളിൽ, വീതി കൂടിയ പാതകളിലേക്ക് മാത്രമാണ് ഈ വലിയ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്നതും അവിടെ അതിൻ്റെ ഓരത്ത് നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രമാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. ഇപ്പോഴും ആളുകൾക്ക് കുടിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. 4 ദിവസമായിരിക്കുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ് വെള്ളം മുടങ്ങും എന്ന അറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. അതിനുശേഷം 2 ദിവസം കൊണ്ട്, 48 മണിക്കൂർ കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഏതാണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ നേമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്ക് പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് വെള്ളം മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നത്. 48 മണിക്കൂർ സമയം കൊണ്ട് വെള്ളം വീണ്ടും ഈ ജലവിതരണം പുനഃസ്ഥാപിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞു, 4 ദിവസം പിന്നിട്ടിട്ടും ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പ് നൽകിയിരുന്നത് 4 മണിയോടുകൂടി പമ്പിംഗ് തുടങ്ങാൻ കഴിയും, വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ്. സമയം ഇപ്പോൾ 4:24 ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2000 രൂപയോളം പണം അടച്ച് ജലം വാങ്ങുന്ന അവസ്ഥയുണ്ട്. സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ് കൗൺസിലർമാർ പരാതിപ്പെടുന്നത്. സ്വാഭാവികമായും ജനപ്രതിനിധികളും കൗൺസിലർമാരും ഒക്കെ അവരുടെ നേരെയാണ് ജനങ്ങളുടെ രോഷമുണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ അവരും പ്രതിഷേധ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ജലവിതരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ഉയരുന്നുണ്ട്. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഫീസുകളും സ്കൂളുകളും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ പ്രശ്നം കുറെ കൂടി വഷളായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ അടഞ്ഞു കിടക്കുന്നു എന്നത് പ്രതിസന്ധിയുടെ രൂക്ഷത ഇന്ന് അല്പം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച സ്വാഭാവികമായും ഓഫീസുകൾ തുറക്കുന്ന ദിവസം, വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസം പ്രശ്നം അതിഗുരുതരമായി ഒരു പ്രതിസന്ധിയായി മാറാൻ പോകുന്നു. തലസ്ഥാന നഗരിയിലാണ് ഈ ദുരിതക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ട്